ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ഇന്ന് നിങ്ങൾ ദൈവവേലയിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ആത്മീയ ശരീരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? ഉണ്ടോ? എല്ലാവരും പറഞ്ഞേ, ഉണ്ടോ? യേശുവേ ആരാധന. വിശ്വസിക്കുന്നുണ്ടോ? ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ആത്മീയ ശരീരത്തിലേക്ക് കറകൾ വരാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മീയ ശരീരത്തിലേക്ക് കറകൾ വരാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അതായത് നിങ്ങളുടെ ആത്മീയ ശരീരം, അതായത് ദർശനങ്ങൾ നിലനിൽക്കുന്ന ശരീരം, പ്രവചനങ്ങൾ നിലനിൽക്കുന്ന ശരീരം, ഈ ശരീരത്തിൽ കറകൾ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, സ്പിരിറ്റുകൾ നിങ്ങളുടെ ശരീരത്തിൽ ആവസിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഈ രാത്രിയിൽ ആഗ്രഹിക്കുവാണ്. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത ഒരു കാര്യം, ഒരു സംഭവം നടന്നപ്പോൾ നിങ്ങൾക്കതങ്ങ് അറിഞ്ഞാൽ കൊള്ളാം. ഉടനെ നിങ്ങളെന്തവരുടെ പുറവേ നടന്ന് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകത്തില്ലയോ? മനസ്സിലാവുന്നുണ്ടോ? അറിയാനുള്ള ഒരു ടെൻഡൻസി നമുക്കില്ലേ? എന്താ സംഭവിച്ചത്? എന്താ നീ എന്നോട് പറയടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ അന്വേഷിക്കത്തില്ലേ? ഇത് നിങ്ങളൊരു സ്പിരിച്വൽ ബോഡി ഉള്ള ഒരാളാണെങ്കിൽ സത്യമായും നിങ്ങളങ്ങനെ ചെയ്യരുത്. അത് അപകടമാണ്. നിങ്ങളുടെ വരത്തെ വാദിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പുറകെ നടന്ന് നിങ്ങളത് മനസ്സിലാക്കാൻ പോകരുത്. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കേസാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. എനിക്ക് കേൾക്കണമെന്നില്ലെന്ന് പറയും. കേൾക്കുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നുന്ന രീതി നിങ്ങളിലേക്ക് വരണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിച്ച് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് പോയാൽ അതിൻ്റെ അകത്ത് വരുന്ന സ്പിരിറ്റുകൾ, അതിൻ്റെ അകത്ത് സ്പിരിറ്റ് ട്രാൻസ്ഫർ ആകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഒരാൾ ചെയ്ത തെറ്റ്, ഒരാൾ സംഭവിച്ചത്, ഇത് പ്രാർത്ഥനയുള്ള നിങ്ങൾ അതെന്താണെന്ന് അറിയാൻ പോലും അന്വേഷിച്ച് പോകരുത്. ഇപ്പോൾ പത്രങ്ങളോ ന്യൂസോ ടി-വിയോ വാർത്തകളോ കാണുന്നതിനെക്കുറിച്ച് ഇത് വ്യാഖ്യാനം ചെയ്യേണ്ട. ഈ നമ്മൾ അതൊക്കെ സംഭവ കഥകൾ, പത്രങ്ങൾ, അത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ന്യൂസ് കാണുന്നതിനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ എന്താ പറയുന്നത്, നാടൻ വാക്കിൽ പറഞ്ഞ കൊതിഞ്ഞുണയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താൻ പോകത്തില്ലയോ? ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു കുരുട്ട് രീതി. അത് നിങ്ങൾ ഒഴിവാക്കുക. അതുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രയർ ഗ്രൂപ്പ് ലീഡറാണെങ്കിൽ നിങ്ങൾ വളരത്തില്ല. നിങ്ങൾ അന്വേഷിച്ചിറങ്ങരുത് ഒരു കാര്യം പോലും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത്? അതിൻ്റെ അകത്ത് എന്തൊക്കെ അപകടമാണ് അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്നറിയോ? ഒന്ന്, വെറുപ്പിൻ്റെ ആത്മാവ് നിങ്ങളറിയാതെ നിങ്ങളിൽ കയറും. 2, അപവാദത്തിൻ്റെ ആത്മാവ് കയറും. ഇങ്ങനെ ഈ 2 ആത്മാവ് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനക്കാരനാണ്, നിങ്ങൾ ആത്മീയമായി ദൈവവേല ചെയ്യുന്നവരാണ്. ആ ദൈവവേല ചെയ്യുന്നവർ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും നടക്കുന്നത്, എടാ എന്നോട് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ച് നടക്കത്തില്ലേ? അങ്ങനെ നടക്കുന്ന ഏത് ലീഡറിനെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, അവർ തളർന്ന് കിടക്കത്തേ ഉള്ളൂ. ഇത് സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് എടുക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത അന്വേഷിക്കാനേ പോകണ്ട. നമ്മൾ കേട്ട ലക്ഷണം കാണിക്കരുത്, കണ്ട ലക്ഷണം കാണിക്കരുത്. നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കുക, ഇത് ഞാൻ അന്വേഷിക്കത്തില്ല. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി എന്നെക്കുറിച്ച് പറഞ്ഞാണെങ്കിലും ഞാൻ അന്വേഷിക്കുന്നില്ല, വേറെ പണി നോക്കാൻ പറ. ഇങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ വരം ശക്തമാകും. ഹല്ലേലൂയ. നിങ്ങളുടെ വരം ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി. പലപ്പോഴും ഞാൻ ഒരു കാര്യം ഇവരെപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാർ, ദൈവം എനിക്ക് വളർത്താൻ തന്നവരാണ് അവർ. എനിക്ക് ദൈവം അവരെ വളർത്താനായിട്ട് തന്നതാണ്. ഞാൻ പലപ്പോഴും തെറ്റുകൾ കണ്ട നല്ല രീതിയിൽ ശാസിക്കുകയും ചെയ്യും, മുഖം നോക്കാതെ വഴക്ക് പറയുകയും ചെയ്യും. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പം ഈ പറഞ്ഞു പോയതിനെ ഓർത്തൊക്കെ ദുഃഖിക്കാറുമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തയും വരും. പിന്നെ നമുക്ക് വളർത്താൻ തന്നവരാണ് അവർ. അപ്പോൾ ഈ പലപ്പോഴും ഇവരുടെ അടുത്തേക്ക് രോഗശാന്തിക്ക് പേഷ്യൻസിനെ വിട്ട് കഴിയുമ്പോൾ ചില പേഷ്യൻസിനെ, എല്ലാവരെയും അവർ സുഖപ്പെടുത്തിയ, അവരിലൂടെ യേശുക്രിസ്തു സുഖപ്പെടുത്തിയ
ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, നമ്മൾ അതിശയിച്ചു പോകും. എന്നാൽ ചിലത് ഈ ദൈവദാസന്മാർക്ക് പറ്റാതെ വരുന്ന കേസുകൾ, എത്ര പ്രാർത്ഥിച്ചിട്ട് പറ്റാതെ വരുന്ന കേസുകൾ ഒരു നിമിഷം കൊണ്ട് അവർ ഡെലിവറായി കഴിയുമ്പോൾ പെട്ടെന്ന് അവർ രോഗസൗഖ്യത്തിലേക്ക് വരുന്നതായിട്ട് അവർ പറയുകയാണ്. അപ്പോൾ ഇവർ പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ബ്രദറെ അത് ചെയ്യുന്നത്, ഇത്രയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ നടന്നില്ല, ഇത് എന്താ 1 മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ നടന്നു എന്ന് പറയും. ഞാൻ അന്നേരം എല്ലാം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ നിങ്ങളുടെ ചെവിയും അടച്ചു വെക്കണം. പലപ്പോഴും നമ്മളെന്തോ ചെയ്യേണ്ട, അവിടെ ഇവിടെ എല്ലാം അനാവശ്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ പുറമേ നമ്മളിങ്ങനെ വേവലാതി പൂണ്ട് അലറി എന്നെ അങ്ങനെ പറയാറായോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറമേ നടക്കരുത്. അങ്ങനെ നിങ്ങൾ ഇവർ നടന്നിട്ടല്ല, ഞാനങ്ങനെ പൊതുവേ ഉള്ളൊരു ഉപദേശം കൊടുക്കുവാണ്. മാക്സിമം ചെവി അടയ്ക്കണം. അതിന് ഞാൻ ഇവരോട് പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്. അതായത് ഇടുക്കിയിൽ നിന്നാണ് കറണ്ട് വരുന്നത്. ഇടുക്കിയിൽ നിന്ന് 240 വാൾട്ട് പവറിലാണ് കറണ്ട് വരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ എത്ര വരും? 120 വരും, അല്ലയോ? 180 220 വരും. ബാക്കി കറണ്ട് എവിടെ പോയി? 240 കറണ്ടല്ലേ നമുക്ക് തരുന്നത്. ബാക്കി വോൾട്ട് എവിടെ പോയി? ബാക്കി വോൾട്ട് കമ്പിയിൽ ഇലകൾ തട്ടിയും പാഴായി ബാക്കി വോൾട്ടുകളെല്ലാം ചോർന്ന് ഭൂമി എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് ഈ മഴയ്ക്ക് മുമ്പ് ഇലക്ട്രിസിറ്റിക്കാർ മരം മുറിക്കാനായിട്ട് ഇറങ്ങുന്നത്. കാരണം ഈ കറണ്ട് മൊത്തം പാഴായി പോത്തേ ഉള്ളൂ. അങ്ങനെ മുറിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നിൻ്റെ 240 കൂടുതൽ പവർ വോൾട്ടുള്ള ആത്മാവിൻ്റെ ശക്തിയെ ഈ ചോർത്ത് കളയുന്നത് ഇതുപോലുള്ള കുറേ ഇലകളാണ്. ഇതിൽ നിന്ന് കുറേ ശക്തികൾ, ഈ ഇലകൾ നമ്മുടെ ശക്തികൾ വലിച്ചെടുത്തുകൊണ്ട് പോകും, നമ്മുടെ പവർ വലിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മുടെ അരൂപി, നമ്മുടെ ചൈതന്യം, രോഗശാന്തി വരം, ദർശനവരം, ഇതെല്ലാം ഈ ഇലകൾ വന്ന് നമ്മളിൽ വന്ന് തട്ടി നിന്നാൽ വലിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം ആവശ്യമില്ലാത്ത ഒരു കാര്യവും കേൾക്കാതെ ചെവി അടച്ചു വെച്ചാൽ ദൈവത്തിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയുക മാത്രമല്ല അത് പുറത്തേക്ക് ഒഴുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രസംഗിക്കുന്ന വിഷയം നമ്മൾ അത് ജനങ്ങളിൽ ഇൻസ്റ്റാൾ തന്നെ ചെയ്യണം, ജനങ്ങളിൽ സർവീസ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയാൻ കാരണം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം നിങ്ങളെടുത്ത് നോക്കിയേ. അതിൻ്റെ 28 അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 2 പാരഗ്രാഫ് 19-20 ഒന്ന് വായിക്കാമോ? 28 അധ്യായത്തിൻ്റെ അവസാന പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഇതെന്താണ്? നിങ്ങൾ ഇത് ചെയ്തോ, എല്ലാവരെയും ശിഷ്യരാക്കണം. എല്ലാവരെയും വിശ്വാസി അല്ല ആക്കേണ്ടത്, ശിഷ്യരാണ് ആക്കേണ്ടത്. എൻ്റെ ശിഷ്യരാക്കണം. എന്നിട്ട് ഞാൻ എന്തു ചെയ്യും? ലോക അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ എന്തുവേണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവ അനുസരിക്കാൻ പഠിപ്പിക്കണം. അതാണ് പഠിപ്പിക്കേണ്ടത്. യേശു കൽപ്പിച്ചത് അനുസരിക്കാൻ പഠിപ്പിക്കണം. യുഗാന്ത്യം വരെയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ യുഗാന്ത്യം വരെയും ആരുണ്ടായിരിക്കും? പറഞ്ഞേ, ആരുണ്ടായിരിക്കും? യേശു ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കണമെങ്കിൽ യേശു എന്ത് കൽപ്പിച്ചോ അത് നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. യേശു എന്ത് കൽപ്പിച്ചുവോ അത് നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമ്മൾ വായിക്കുന്നത്, യേശു കൽപ്പിച്ചത് അവർ പ്രസംഗിക്കണം, അതവർ അനുസരിക്കാൻ നിർബന്ധിക്കണം, പഠിപ്പിക്കണം. ഇനി അടുത്തത് നിങ്ങൾ നോക്കണമേ, നോട്ട് ചെയ്യേണ്ട ഒരു അടുത്ത വാക്യം ഇതാണ്. മാർക്കോസ് 16:20 ഒന്ന് വായിക്കാമോ? അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. വാക്യം കേട്ടോ. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. വായിക്കാമോ? മാർക്കോസ് 16:20. അവർ പുറപ്പെട്ട്
എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എന്ത് ചെയ്തു? അവരെന്തോ ചെയ്തു? പുറപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ഇനി കേട്ടോണേ, ഇനി അടുത്തത് എന്താണ്? കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും. കർത്താവ് എന്ത് ചെയ്യുക? ഇവരെന്ത് പ്രസംഗിച്ചോ അതിനെല്ലാം പ്രവൃത്തി അങ്ങ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു ബന്ധനത്തെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയാൽ അത് പ്രവൃത്തിയിൽ കാണിച്ചേ പറ്റൂ. പ്രവൃത്തിയിൽ കാണിച്ചേ പറ്റത്തുള്ളൂ. നമ്മളൊരു വിഷയം, ഒരു പുതിയൊരു വിഷയം ജനത്തിന് കൊടുത്താൽ അത് പ്രാക്ടിക്കലി കാണിച്ചേ പറ്റത്തുള്ളൂ. ഇത് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണിത്. അടുത്ത വചനം എന്താ പറയുന്നത്? അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. വചനത്തെ സ്ഥിരീകരിച്ചത്, വചനം പറഞ്ഞത് കറക്റ്റാണെന്ന് സ്ഥാപിക്കാൻ യേശുക്രിസ്തു ജനമധ്യ അടയാളങ്ങൾ ചെയ്തു. അവർ പറഞ്ഞ വചനം സത്യമാണെന്ന് ജനം വിശ്വസിക്കാൻ യേശു അടയാളങ്ങൾ കൊണ്ടാണ് അവർക്ക് തെളിവ് കൊടുത്തത്. ഇതാ ഞാൻ നിങ്ങളുടെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇതാണ്, ഇത് നോട്ട് ചെയ്യണം നിങ്ങൾ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതായത് നമ്മളുടെ അകത്തേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ചെവി ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ഞങ്ങൾ ധ്യാനത്തിന് ഒരു കുടുംബത്തെ കൊണ്ടുവന്നു. കുറച്ച് പേര് ചേർന്ന് ഒത്തിരി കൗൺസിൽ ചെയ്തു. ഞങ്ങളുടെ ദേവദാസന്മാരൊക്കെ ഒത്തിരി കൗൺസിൽ ചെയ്തു. ഇവർ ഡെലിവറായി. അത് കഴിഞ്ഞ് ഇവർ ബൈബിൾ പഠിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചു. ഞങ്ങൾ തന്നെ ബൈബിൾ കൊടുത്തത് എല്ലാം ചെയ്ത് ബൈബിളിലേക്ക് വന്നപ്പോൾ കുറച്ച് പേര് അവരുടെ വീടുകളിൽ കയറി ഇറങ്ങി കൂടുതൽ ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ എൻ്റെ അടുത്തൊരു ചർച്ചുണ്ട് ബ്രദറെ, ഞാൻ അങ്ങോട്ട് പോയി ചേർന്നോട്ടെ. ഞാൻ പറഞ്ഞു ചേർന്നോളാൻ പറഞ്ഞു. നിങ്ങൾ പക്ഷേ ദൈവത്തിൽ നിന്ന് അകലരുത്. നിങ്ങളെ ഒത്തിരി പാടുപെട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഒരുപാട് ദൈവദാസന്മാരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി. ഞങ്ങൾ മിനിസ്ട്രിയാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നു ഇവരവിടുന്ന് അടുത്തടുത്ത് ചാടി. അവിടെ പ്രശ്നമുണ്ടായി, അടുത്തടുത്ത് ചാടി, അവിടെ പ്രശ്നമുണ്ടായി, വേറെടുത്ത് ചാടി. ഇപ്പോൾ അവർ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ വീണ്ടും അവർ വന്ന മതത്തിലേക്ക് തിരിച്ചുപോയി. എനിക്കാണെങ്കിൽ ഇതുപോലൊരു വിഷമമില്ല. ആ സമയം എൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ തിരുത്തേണ്ട അടുത്ത് തിരുത്തിയേനെ, വഴക്ക് പറഞ്ഞതിൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞേനെ. അവരിന്ന് ആരെങ്കിലും ആയിത്തീർന്നേനെ, ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷകയെങ്കിലും അവരായിത്തീർന്നേനെ. അതാണ് ഞാൻ പറഞ്ഞത്. സാത്താൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. സാത്താൻ എന്ത് ചെയ്യുന്ന റെഡിയെ അമേൻ. സാത്താൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പല ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കും, ഒരുത്തനും ശരിയല്ല, ഈ വചനം പറയുന്നതൊക്കെ തെറ്റാ, എൻ്റെ ജീവിതത്തിൽ ഒരുത്തനും ഒന്നും ചെയ്തു തന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്തിട്ട് വരും. ഇതിനു വേണ്ടിയിട്ടാണ് സാത്താൻ ഈ നമ്പർ കാണിക്കുന്നത്. അങ്ങനെ അവസാനം എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും ശരിയല്ല, എല്ലാവരും കള്ളന്മാരാണ് ഇങ്ങനെ പറയും. എന്താ കാരണം? ഈ പലയിടത്തും ഇങ്ങനെ പോയപ്പം പലയിടത്ത് പോകുകയാണെന്ന് പറയുമ്പോൾ ചിലവർ ഉത്തരവാദിത്വം വെക്കത്തില്ല. ചിലത് ഗുരുക്കന്മാർ ഇത് ഓടിച്ചാടി കിടക്കുന്നത് ഇതിനെ അങ്ങ് വിട്ടേക്കാം എന്ന്. അങ്ങനെ ഇവർക്ക് എങ്ങും വിടുതലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതേസമയം അവരൊരു ഫാമിലിയായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്ട്രിയോട് ഇവരേതെങ്കിലും ഫാമിലിയായിട്ട് ചേർന്ന് നിന്ന് അതിൻ്റെ ഒരു മെമ്പറായിട്ടൊക്കെ നിന്നാൽ ഇവർക്ക് എന്ത് വിഷയം വന്നാലും ആ മിനിസ്ട്രി സ്ട്രോങ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. ഹല്ലേലൂയ. നല്ല കർത്താവ് സ്ഥാപിച്ച മിനിസ്ട്രി ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. യേശുവേ ആരാധന, യേശുവേ സ്തുതി. അപ്പോൾ ഇതെന്തായി? അങ്ങനെ ഒരുപാട് പേരുടെ വിശ്വാസം പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തന്നെ വന്ന കുറേ പേര് ഇപ്പോൾ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. പലയിടത്തായിട്ട് ചാടിയതാണ്. അതാണ് ഞങ്ങളുടെ ഈ പേടി അത്രയും. ഭാവിയിൽ ഇവരുടെ വിശ്വാസം, ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം എന്താണെന്നറിയാം. ഇത് കേട്ടതും വഴി ഇതിൻ്റെ അകത്ത് ഈ 2 ആത്മാവ് വന്നിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതിലൊരു വിശ്വാസമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അതായത് ഇപ്പം എന്താ നടന്നതെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നമ്മളിങ്ങനെ കണ്ടെത്തുമല്ലോ. കണ്ടെത്തി കഴിയുമ്പോൾ ആ വ്യക്തി പറയുന്ന കേട്ടിട്ട് നമ്മൾ എന്തു ചെയ്യും? നമ്മളങ്ങ് വിശ്വസിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലെന്ത് വന്നു? വിശ്വാസം വന്നില്ലേ? ഈ വിശ്വാസം വന്നിട്ട് എന്ത് സംഭവിക്കും? ഈ വിശ്വാസം ഒരു വഴിയാണ്. സ്പിരിറ്റിന് കയറി വരണമെങ്കിൽ അവൻ വിശ്വസിക്കണം. സ്പിരിറ്റ് അല്ലാതെ നമ്മളിൽ കയറാൻ ഒരു വഴിയില്ല.
നമ്മുടെ വിശ്വാസത്തിലൂടെയാണ് സ്പിരിറ്റ് കയറാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം പറയാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കാതിരിക്കല്ലേ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, തിരുവഴുത്തിലുണ്ടല്ലോ, നിന്നെക്കുറിച്ചല്ലേ പറയുന്നത്, നീ എടുത്ത് ചാടിക്കോ, നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ. 2-ാം സങ്കീർത്തനമാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഏത് സൂക്ഷിക്കുമെന്ന് പറയുന്നില്ലയോ? അതുകൊണ്ട് ചാട്. അപ്പോൾ യേശുവിലേക്ക് ഒരു വിശ്വാസം ഇട്ട് കൊടുക്കുവാണ്. യേശു ശരിയാണല്ലോ, വചനത്തെ എന്നെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ ചാടിയാലും എൻ്റെ പാദം കല്ലിൽ തട്ടത്തില്ലെന്ന്. അങ്ങനെ യേശുവിലൊരു വിശ്വാസം, അതായത് സാത്താൻ്റെ ഉപദേശം കേട്ടിട്ടുള്ള ഒരു വിശ്വാസം, അതാണ് ഉദ്ദേശിച്ചത്. ആ വിശ്വാസം വന്നാൽ ഇവൻ ട്രാൻസ്ഫർ ആവും, ഇവ എടുത്ത് ചാട്ടിപ്പിക്കുകയും ചെയ്യും. യേശു അവൻ്റെ വാക്കിനെ വിശ്വസിച്ചില്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവനെ ശാസിച്ചു. ഞാനതാ പറഞ്ഞൊരു വിശ്വാസമാണ്. അതേപോലെ തന്നെ തെറ്റായ ആശയങ്ങൾ നിങ്ങളിൽ വിശ്വാസം നൽകുകയാണ്. ഒരാൾ വിശ്വാസം നൽകി, നിങ്ങളത് വിശ്വസിച്ചു. ആര് പറഞ്ഞാലും നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് വിചാരിച്ചോളുക. ആ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പിരിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എപ്പോഴും. അപ്പം നിങ്ങൾ പറയും, ഞാൻ പലയിടത്തും ഡെലിവറൻസിന് പോയി, എൻ്റെ ബോഡി ഡെലിവർ ആയിട്ടില്ലെന്ന് പറയും. കാരണം എന്താണെന്ന് പറയാം, നിൻ്റെ ഫെയ്ത്തിലാണ് അവൻ കൈവച്ചിരിക്കുന്നത്, നിൻ്റെ വിശ്വാസത്തിൽ കൈവച്ചിരിക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കള്ള വിശ്വാസം എടുത്തത് വഴിയാണ് ഇവൻ അകത്ത് കയറുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയുവാണ്. നമ്മൾ അവിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവേശിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇന്നലെ കേട്ട് ഞാൻ അതിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനും അതിൻ്റെ കെട്ടുകൾ അഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കേട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. അവിശ്വാസത്തിൻ്റെ ആത്മാവ്, കാരണം നിങ്ങൾക്കൊരു സംശയം ഇങ്ങനെ തട്ടും. ഇത് ശരിയാണോ, ഇത് കറക്റ്റാണോ, യേശു കറക്റ്റാണോ, വചനം കറക്റ്റാണോ, ഇങ്ങനെ അങ്ങ് സംശയമാണ്. ഈ സംശയം തട്ടുന്നത് ഒരാത്മാവ് നിങ്ങളുടെ അകത്ത് കയറിയിട്ടാണ് ഈ സംശയം തട്ടിക്കുന്നത്. എന്താണ് ഈ സംശയം? അതായത് തിന്മ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള ശരീരങ്ങളുണ്ട്, സമൂഹമുണ്ട്. അവർ തിന്മയാണ് പ്രവർത്തിക്കുന്നത്, അത് നിങ്ങൾക്കും അറിയാം. അവർ തിന്മയെ ജീവിക്കുവാണ്. അവർ ചിന്തിക്കുന്നതെല്ലാം ദൈവത്തിനെതിരാണ്. പലരുടെയും നമുക്ക് പുറമേ കാണുന്ന കണക്കല്ല, എല്ലാവരുടെയും അകം വേറെയാണ്. അകത്ത് എല്ലാ മനുഷ്യരുടെയും, എൻ്റെയും നിങ്ങളുടെ എല്ലാം നമ്മുടെ അകത്തെ മനസ്സ് വേറെയും പുറത്ത് നമ്മൾ വേറെയായിരിക്കും. അപ്പം നമുക്ക് ആർക്കും ആരുടെയും ഉള്ള് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കാതെ ഇവരുടെ അകത്ത് മൊത്തവും ദൈവത്തിനെതിരായിരിക്കും, പ്രാർത്ഥനയ്ക്കെതിരായിരിക്കും. എന്നാൽ ഇവർ പ്രാർത്ഥനയിലുണ്ട്. വചനത്തിനെതിരായിരിക്കും, എന്നാൽ വചനത്തിലുണ്ട്. അപ്പം നമ്മളുമായിട്ട് ഇങ്ങനെ ചായക്കടയിലൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത്, അല്ല എല്ലാം ഒന്നും കറക്റ്റൊന്നുമല്ല, നമുക്ക് അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റുമോ എന്ന് ഇവനൊരു സാധനം ഇട്ട് തരുമ്പോൾ നീ അറിയാതെ അത് ശരിയാ, അങ്ങനെ അത് കറക്റ്റാണ്, എല്ലാം ഒന്നും ശരിയൊന്നുമല്ല എന്ന് നീയും പറഞ്ഞു. അപ്പോൾ നീ ആരുടെ വലയത്തിലായി? അവൻ്റെ വലയത്തിലായി. നീ എന്തിനാ അത് പറയാൻ പോയത്? നിനക്ക് വചനം നോക്കിക്കൂടായിരുന്നു? ബൈബിള് കറക്റ്റാണോ, ബൈബിള് കറക്റ്റ് അല്ലയോ നിനക്കറിയത്തില്ലയോ? നീ എന്തിനാണ് താളത്തിനൊത്ത് തുള്ളിയത്? ചിലവരുണ്ട് പിന്നെ ഒരു സമൂഹത്തിന് ഒരിടത്ത് നിന്ന് വെച്ച്, അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? അമ്മച്ചിക്ക് 3 മക്കളാണ് അല്ലേ? അതെ 3 മക്കളാണ്. ശരി. ഇപ്പുറത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളല്ലേ? അതെ 2 മക്കളാണ് എന്ന് പറഞ്ഞാൽ ആരുടെടുത്താണോ അവരെന്താണോ പറയുന്നത് അതിനെല്ലാം തലകുനിക്കും. അപ്പം അതുപോലെ സ്പിരിച്വലിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. വിഗ്രഹാരാധന അങ്ങനൊന്നും തെറ്റല്ല. വിഗ്രഹാരാധന അല്ലല്ലോ, നമ്മൾ വിഗ്രഹത്തിൽ അല്ലല്ലോ നോക്കുന്നത്. നമ്മൾ അതവിടെ ഒരു സിമ്പിളിന് ഒരു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയും അല്ലേ? സാധാരണ നമ്മളെല്ലാം സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. പക്ഷെ അന്നേരം നിങ്ങൾ തലകുലയ്ക്ക് സമ്മതിച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തോട്ട് മാറിയിട്ട് വന്നിട്ട് നിങ്ങൾ പറയാം വിഗ്രഹാരാധന തെറ്റാണ്. അപ്പോൾ സാഹചര്യം നമുക്കത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കേണ്ട, ഒരു മനുഷ്യനുമായിട്ട് വഴക്കിടണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആയിത്തീരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ നിലപാട് ശക്തമായി പറയണം. എനിക്കിതിനോട് താല്പര്യമില്ല. ഇനി മെത്രാൻ വന്ന് പറഞ്ഞാലും പറയണം, മെത്രാനെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ മനുഷ്യനുണ്ടാക്കിയ കള്ളബിംബത്തെ ആരാധിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ. നിലപാടുകൾ മാറ്റരുത്. അങ്ങനെ
അങ്ങനെ നിലപാടുകൾ മാറ്റുന്ന ഒരു വ്യക്തി, ആത്മീയ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. ആ നിലപാടുകൾ ഒരു വ്യക്തി മാറ്റിക്കഴിഞ്ഞാൽ ആ മാറ്റുന്ന വ്യക്തിക്ക് അവൻ അറിയുന്നില്ല അവൻ നിലപാട് മാറ്റിയതിൻ്റെ പുറത്ത് അവനിലെ ചില അനുഗ്രഹങ്ങൾ കട്ടാവുന്നുണ്ടെന്നുള്ളത് അവൻ അറിയുന്നില്ല. ഇപ്പം ഞാൻ സദൃശവാക്യങ്ങൾ പ്രൊവേർബ്സ് ചാപ്റ്റർ 24 വേഴ്സ് 24-25 നമുക്കൊന്നെടുത്ത് ഒന്ന് വായിക്കാം. അതായത് നമ്മൾ വായിക്കേണ്ടത് സദൃശവാക്യങ്ങൾ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. ദുഷ്ടനോട് നീ നീതിമാനെന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും, നല്ലൊരു അനുഗ്രഹം അവരുടെ മേൽ വരും. അതായത് ദുഷ്ടരെ അവൻ്റെ താളത്തിനൊത്ത് നീ നിന്നു കഴിഞ്ഞാൽ നിനക്ക് അവനിലുള്ള അതേ സെയിം സാധനം നിൻ്റെ അകത്തേക്ക് ഇനി വരും. അതാണ് എൻ്റെ പച്ചയായ കാര്യം. അവൻ ചെയ്യുന്ന തിന്മയ്ക്കനുസരിച്ച് നീ നിന്നു കഴിഞ്ഞാൽ അവനോട് പറയണം, നീ നിൻ്റെ നിലപാട് പറയണം. അതാണ് നീ അതിനു വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ ബോഡി സ്വീകരിച്ചിരിക്കുന്നത്. നിൻ്റെ നിലപാട് പറയണം, എനിക്കിതിൻ്റെ താല്പര്യമില്ല, അത് നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് പ്രശ്നമില്ല. അല്ലാത്ത എൻ്റെ മാനുഷികമായ എനിക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ നിയമങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, അത് ഞാൻ പാലിച്ചോളാം. എനിക്ക് അതിലൊക്കെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനക്കാരൻ അവൻ്റെ ഇടവകയിലുള്ള ഒരു അച്ഛൻ്റെ കുത്തിന് പിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആത്മീയമായി ജീവിക്കുന്ന ഒരാൾ പൊതുസമ്മേളനത്തിൽ എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആത്മീയമായിട്ട് ജീവിക്കുന്നവരെല്ലാം സൈലൻ്റ് ആയിരിക്കും. അവരാരും ആരുടെയും ലോകയ്ക്ക് പിടിക്കുന്നില്ല, കുത്തിന് പിടിക്കുന്നില്ല, വഴിയിൽ തടഞ്ഞു വെച്ചത് തെറി വിളിക്കുന്നില്ല. വാഴ്ച കുത്തി നടക്കുന്നവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളാരും അത് ചെയ്യുന്നില്ല. അതാണ് നമ്മളുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാണ്. അതേസമയം അയൽവക്കക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഓണം ആഘോഷിക്കുന്നവൻ അച്ഛന്മാരുടെ കുത്തിന് പിടിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടതല്ലേ, പിതാക്കന്മാരെ കരോ ചെയ്യുന്നില്ലേ, തമ്മിലടിക്കുന്നില്ലേ? ഇവരൊക്കെ വാഴ്ച കുത്തി നടക്കുന്നവരും ജാതികളെ സ്നേഹിക്കാൻ ഓണം ആഘോഷിക്കുന്നവരുമാണ്. ഏതൊരു പ്രാർത്ഥനക്കാരൻ അത് ചെയ്യുന്നുണ്ട്? ഏതൊരു പ്രാർത്ഥനക്കാരൻ ആരുടെ കുത്തിന് പിടിക്കുന്നുണ്ട്? നല്ലൊരു ആത്മീയ മനുഷ്യൻ ഒരു പാസ്റ്ററിൻ്റെയോ ഒരു ദൈവദാസൻ്റെയോ കുത്തിന് പിടിച്ചിട്ടില്ല. ഇന്നവരെ കുത്തിന് പിടിച്ച ചരിത്രമില്ല. ആത്മീയതയുടെ മറവിൽ നടക്കുന്നവർ ചെയ്തു കാണും, പക്ഷെ അല്ലാത്തവരാരും ചെയ്യത്തില്ല. അവരൊക്കെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടയവരാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു കാര്യം, ഒരു നിലപാടുണ്ട്. നിലപാടെന്താണെന്ന് പറഞ്ഞാൽ, തിന്മയുള്ളവൻ്റെ കൂടെ ചേർന്ന് ആ തിന്മയുള്ളവൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയരുത്. പറഞ്ഞാൽ നിൻ്റെ ദേഹത്ത് കയറാനുള്ളവൻ ഇഞ്ഞ് കയറും. അതേസമയം തിന്മയുള്ളവൻ ചെയ്തത് തെറ്റാണ് എന്ന് പ്രതികരണം ഇട്ട് കഴിഞ്ഞാൽ, ആ ചെയ്തത് തെറ്റാണെന്നുള്ള പ്രതികരണം ഇട്ടാൽ ദൈവത്തിൽ നിന്ന് നിനക്ക് അനുഗ്രഹം ലഭിക്കും. ഇതാ ബൈബിളിൽ പറയുന്ന, ദൈവത്തിൽ നിന്ന് നിനക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ കൂട്ടുകെട്ടുന്ന ആൾക്കാർ നമുക്ക് പ്രശ്നം വരാതിരിക്കാൻ നാം ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പലരുമായിട്ട് കൂട്ടുകെട്ടാറുണ്ട്, പക്ഷെ നമുക്ക് പ്രശ്നം വരരുത്. പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ ആരെ ശ്രദ്ധിക്കണം? നാം നമ്മെ ശ്രദ്ധിച്ചോളണം. അവരെ അല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ശ്രദ്ധിച്ചോണം. നമ്മളുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ പോക്ക് വരവ് നമ്മൾ നിയന്ത്രിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആത്മീയ മനുഷ്യൻ നശിക്കരുത്, നമ്മുടെ ആത്മീയ മനുഷ്യൻ തകർന്നു പോകരുത് എന്ന് നമ്മൾ കണ്ടിട്ടായിരിക്കണം. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾക്ക് ഈ അവിശ്വാസത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ കഴുത്തിന് സ്തുതിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ കഴുത്തിന് കയറി പിടിക്കും. നിങ്ങൾ വോമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. നിങ്ങൾ ഡെലിവറൻസ് സമയത്ത് നിങ്ങൾ ഛർദ്ദിക്കും. കറക്റ്റ് യേശുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ ഛർദ്ദിക്കും. നിങ്ങൾ പോയിസണൊക്കെ ഔട്ടായി പോവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതേസമയം നിങ്ങൾ കറക്റ്റ് ആത്മാവായ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിലോ ഇതെല്ലാം മാറും. ഡെലിവറൻസ് സമയത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ എപ്പോഴും ചില വ്യക്തികൾ എപ്പോഴും രോഗത്തിൻ്റെ അവസ്ഥയാണ്. ഒരു രോഗം മാറി അടുത്ത രോഗം, ഒരു രോഗം മാറി. നമ്മൾ നോക്കുമ്പോൾ കാണാൻ എല്ലാ പ്രാവശ്യവും ഇവർ ഓരോ രോഗം പിടിച്ചു വെച്ചുകൊണ്ട് വരികയാണ്. ഇങ്ങനെ ഇത്രയും രോഗം വരുന്നത് ഇവർക്ക്.
നമുക്കങ്ങനെ ചിന്ത വരും. എപ്പോഴും കരച്ചിലാണ്. ഒരു ധ്യാനത്തിൽ വന്ന് നമ്മൾ രോഗശാന്തി ചെയ്തു, അടുത്തതിൽ നിങ്ങൾക്ക് രോഗം വരികയാണ്. ഈ രോഗം എന്തുകൊണ്ടാണ് വരുന്നത്? നോർമൽ രോഗങ്ങളല്ല, ഇപ്പം സാധാരണ വരുന്ന രോഗങ്ങളല്ല. അതല്ലാതെ എപ്പോഴും രോഗത്തിൻ്റെ അവസ്ഥ വിട്ടുപോകാതെ വന്നുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൂസ് ലൈഫാണ്. അതായത് ശ്രദ്ധയില്ലാത്ത ജീവിതം നിങ്ങൾ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ സ്വയം മഹത്വം, നമ്മളെക്കുറിച്ച് ഒരാൾ സ്വയമേ മഹത്വം പ്രഖ്യാപിക്കാനും നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക? നമ്മൾ കരയും. ഇപ്പം ഞാൻ തന്നെ പ്രശ്നം സൃഷ്ടിച്ചു, ഞാൻ തന്നെ എനിക്ക് മഹത്വം ഉണ്ടാവാൻ വേണ്ടി, എനിക്ക് അങ്ങനെ ആശ്വാസം കിട്ടാൻ വേണ്ടി, അപ്പോൾ എന്നെ ആരെങ്കിലും ആശ്വസിപ്പിക്കും, പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കും. അങ്ങനെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ തന്നെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ തന്നെ ഇരുന്ന് നെഞ്ചത്തടിച്ച് കരയുക, നിലവിളിക്കുക, കടന്ന് ഉരുളുക, തറയിൽ കടന്ന് ഉരുളുക, ആഹാരം കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുക. പ്രശ്നം ഉണ്ടാക്കിയതാരാ? നമ്മൾ തന്നെ. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളെ പീഡിപ്പിക്കുകയാണ്. ഇത് ഒരു സൈക്കോളജി ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ പിന്നിലും സ്പിരിറ്റുണ്ട്, യാതൊരു സംശയമില്ല. ഇതിൻ്റെ പിന്നിൽ പിശാചുണ്ട്. നമ്മൾ കണ്ടില്ലേ, ചില ഫങ്ഷൻ സമയമാകുമ്പം നമുക്ക് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കല്യാണമോ ആദ്യ കുർബാനയോ അല്ലെന്നുണ്ടെങ്കിൽ സ്നാനമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങോട്ട് വരുമ്പോൾ ഇവർ ബഹളം തുടങ്ങും. ഇവർ പിന്നെ തൊടുന്ന പിടിക്കുന്ന ചെറിയ കാര്യത്തിനൊക്കെയാണ് ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇച്ചിരിയുള്ള കാര്യത്തിന് നീ എന്നെ വിളിച്ചപ്പോൾ 10 മിനിറ്റ് നീ മറ്റവനെ വിളിച്ചു, അന്നേരം നീ ഫോണിൽ 10 മിനിറ്റ് സംസാരിച്ചു. എന്നെ വിളിച്ചപ്പോൾ നീ 1 മിനിറ്റേ സംസാരിച്ചോളൂ. ഇതാണ് അവരുടെ പ്രശ്നം. ഇതാണ് നിങ്ങൾക്ക് പിടി കിട്ടിയോ? മറ്റവരെ വിളിച്ചപ്പോൾ എത്ര മിനിറ്റ് സംസാരിച്ചു? 10 മിനിറ്റ്. എന്നെ വിളിച്ചപ്പോൾ എത്ര മിനിറ്റ് സംസാരിച്ചു? 1 മിനിറ്റ്. അതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാനാവാത്ത മുറിവുകൾ ഉണ്ടാക്കി തരിക, പ്രശ്നം ഉണ്ടാക്കുക. ആ ഫങ്ഷൻ തീരുന്നത് വരെയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു ഭ്രാന്തിയെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ബഹളം ഉണ്ടാക്കുക, ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താണ്? ഇങ്ങനെയുള്ള ആൾക്കാർ, സ്പിരിറ്റാണിത്. നിങ്ങളുടെ നന്മ, ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അഴിക്കണം. നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്നാൽ അനേകം പേർക്ക് മുറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അനേകം പേർക്ക് പ്രശ്നമാണ്. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ ഒരു 10 ഫങ്ഷൻ നടന്നെന്ന് വെച്ചോ. നിങ്ങൾ ഈ 10 ഫങ്ഷനിലും നിങ്ങളുടെ, ഇപ്പം ഞാനാണ് ഈ സ്വഭാവം ഉള്ളെങ്കിൽ എൻ്റെ പേര് കാണും. ആരാ ഇവിടെ ബഹളം ഉണ്ടാക്കിയത്? അത് ഞാനാന്ന് പറയും. അപ്പുറത്തെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത് ആരാ? അതാണ്. മറ്റേ കുടുംബത്തിലെ ആ ഫങ്ഷൻ ആരാ ബഹളം ഉണ്ടാക്കിയത്? അത് ഞാനാ. എല്ലാ ഫങ്ഷൻ്റെയും ബഹളം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ പേരുണ്ടാവും. അപ്പം എല്ലാ ഫങ്ഷനും ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പേരാണെങ്കിൽ, എല്ലാ പ്രയർ മീറ്റിങ്ങിലും ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പേരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ പേഷ്യൻ്റാണ്, നിങ്ങൾ രോഗിയാണ്, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. നിങ്ങൾ സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു വരണം. നിങ്ങൾക്ക് എവിടേക്കോ മുറിവുകളുണ്ട്, എവിടേക്കോ നിങ്ങൾ പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പ്രശ്നമാണ്. ഇതൊക്കെയാണെങ്കിലും ബൈബിൾ പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ചിലവർ ഇങ്ങനെ ഒരു ഫങ്ഷൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്നെ വിളിച്ച് പറയാറുണ്ട്, ഇങ്ങനെ ഫങ്ഷൻ വരുമ്പോൾ, ബ്രദറെ എൻ്റെ മോടെ കല്യാണം വരുക ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണേ. അതെന്താ? അയ്യോ ഇവിടെ 2 എണ്ണം ഉണ്ട്, അയ്യോ ഇവിടെ 1 എണ്ണം ഉണ്ട്, ഇവന്മാർ വന്നിട്ട് ബഹളമാണ്, ഇവന്മാരൊന്ന് ശാന്തരാവാൻ, വിളിക്കാതിരിക്കാനും പറ്റത്തില്ല, വിളിച്ചേ പറ്റത്തുള്ളൂ. ഇവന്മാർ എന്തെങ്കിലും പറഞ്ഞങ്ങ് ബഹളം തുടങ്ങും. എത്ര പേരാണ് ഇത് പറയുന്നത്? എത്ര പേരാണ് ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതെന്നറിയോ? അപ്പോൾ ഞാൻ വിചാരിക്കും, ഇത് എല്ലായിടവും ഇതുണ്ടോ? ഇങ്ങനെ ചിന്തിക്കും നമ്മൾ. ഹല്ലേലൂയ. ഇല്ലേ? ശരിയല്ലോ? കറക്റ്റാണോ ഞാൻ പറഞ്ഞത്? ഞാൻ വിചാരിക്കും എല്ലായിടവും ഈ കുരുക്കന്മാരുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രൊവേഴ്സിൽ 12:19 വാക്യം, പ്രൊവേഴ്സ് 12:19, അതായത് സുഭാഷിതങ്ങളുടെ പുസ്തകം 12:19 വാക്യം. നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നവരുടെ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബഹളം ഉണ്ടാക്കുന്നവരുടെ കുടുംബത്തിൽ അവരാരും, ആ കുടുംബത്തിലുള്ള, അത് ബഹളം ഉണ്ടാക്കുന്ന ആളുടെ
കുടുംബത്തിലുള്ള മക്കളാകട്ടെ ഭാര്യയാകട്ടെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവം നിങ്ങളുടെ മനസ്സിലായിട്ടില്ലേ? പലരും ഞാൻ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞൊരു വിഷയമാണ്. കാരണം എന്താണെന്നറിയാം, അവരെയും ഇങ്ങനെ അടിച്ചമർത്തിയിട്ടിരിക്കുക, മിണ്ടാതെ നിൽക്കും. എങ്ങനെങ്കിലും ഇത് കുളമാവുന്ന ഈ കുളമാകട്ടെ, അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എനിക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള 2-3 ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആരെങ്കിലും ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു ഫങ്ഷൻ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നാൽ, നിങ്ങൾ പ്ലീസ് ഈ ധ്യാനം കൂടുന്ന നിങ്ങൾ ഡീസൻ്റായി വൃത്തിയായി ഒരുങ്ങി നല്ല വസ്ത്രങ്ങൾ ഇട്ട് നീറ്റായിട്ട് പോയി നിൽക്കണം. സൈലൻ്റായിട്ട് ചിരിച്ചുകൊണ്ട് വരുന്നവരോടൊക്കെ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കണം. അതാണ് യേശു പറഞ്ഞേ, എൻ്റെ പ്രകാശം ലോകത്തിൽ നിങ്ങൾ പ്രകാശിക്കണമെന്നാണ് പറഞ്ഞു. മനസ്സിലായോ? ഇത് പ്രാർത്ഥനക്കാരനാ ബൈബിൾ കശത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ട് മാറിയിരിക്കട, ആ ബെഞ്ച് അങ്ങോട്ട് പിടിച്ചിട്ട് അത് പിടിച്ചിട്ട്, ഇവ പ്രാർത്ഥനയുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് കർത്താവിനെ നാണം കെടുത്തുകയാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കാളും ഹല്ലേലൂയ വിളിക്കുന്നതിനേക്കാളും ശബ്ദത്തിലാണ് അങ്ങോട്ടൊരു ഇങ്ങോട്ടൊരു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കിടന്ന് അവിടെ കിടന്ന് വേല കാണിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമം ദുഷിപ്പിക്കരുത് നീയൊക്കെ. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ മുഖാന്തരം നിങ്ങൾ കർത്താവിൻ്റെ നാമം ദുഷിക്കരുത്. നിങ്ങളൊരു പ്രാർത്ഥനക്കാരനാണോ? നിങ്ങളൊരു ആത്മീയ മനുഷ്യനാണോ? നിങ്ങൾ സൈലൻ്റ് ആകണം. ഒരു ഫങ്ഷൻ സമയത്ത് നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് ആൾക്കാരുടെ അടുത്ത് ഇടപെടാൻ പഠിക്കണം. അവിടെയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിൽ ഉണ്ടെന്ന് ജനം മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പറയുന്ന പിടികിട്ടിയോ? അതോ ഇവിടെ കിടന്നിട്ട് എല്ലാ ധ്യാനവും കേട്ടിട്ട് ഫങ്ഷൻ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പോയി ബഹളം ഉണ്ടാക്കുമോ? പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകരുത്. പോകാതിരിക്കുന്നതാണ് നിങ്ങൾ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. നിങ്ങൾ പോകരുത്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയണേ, എടാ ഞാൻ വന്നാൽ ബഹളം ഉണ്ടാക്കും, ഞാൻ അതുകൊണ്ട് വരുന്നില്ല. അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. എന്നാലും ബൈബിൾ പറയുന്നത് ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ദൈവം നിങ്ങൾക്ക് തന്ന പ്രകാശം പീഠത്തിൻ്റെ അടിയിൽ വെക്കാനാണ് പറഞ്ഞത്. അല്ല, അതെന്ത് ചെയ്യണം? അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കണം. ഹല്ലേലൂയ. അതിനൊരു അവസരമായിട്ട് നിങ്ങളതിനെ കാണണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവത്തെ സ്തുതിച്ചേ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ, ശബ്ദമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൊലോസില് 12:19, 20, 22 വാക്യങ്ങളൊന്ന് വായിച്ചേ. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. സത്യം പറയുന്ന ഒരു അധരമാണെങ്കിൽ അത് നിലനിൽക്കും. രണ്ടെന്താണ്? വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേയുള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. എപ്പോഴും നമ്മളെക്കുറിച്ച്, നമ്മൾ മറ്റൊരാളെക്കുറിച്ച് നമ്മുടെ അകത്തിങ്ങനെ ദോഷം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ കൗൺസിലിങ്ങിന് ഇരുന്നപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൗൺസിലിങ്ങിന് ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ചിലവർ നിൻ്റെ ഭാഗത്ത് ഇന്നൊക്കെ ഒരു തെറ്റ് കർത്താവ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പടപടപട പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ഒരു തെറ്റ് പറഞ്ഞാൽ ഇവർ നിങ്ങളുടെ അടുത്ത് കയറി ഉടക്കാൻ വരും. ശരിയല്ലേ? അനുഭവമില്ലേ? അവരൊരിക്കലും, കാരണം ഇവരുടെ ചിന്ത, ഇവരുടെ അകം എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ ദോഷം ഇങ്ങനെ ഞാനും നിങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുക, വേറൊരാളുടെ എല്ലാ ദോഷങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കേ. മറ്റൊരാളുടെ ദോഷം മാത്രം നിങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ആ ദോഷം ചിന്തിക്കുന്ന നിങ്ങൾ, എന്നിട്ട് ബാക്കി എന്താ പറയുന്നത്? ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്. ചതിച്ചു കളയും. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന നിങ്ങൾക്കൊരാവശ്യഘട്ടം വരുമ്പോൾ ഇവർ ചതിക്കും. ഇതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈമിൽ ഇവർ നിങ്ങളെ ചതിച്ചു കളയും. ഇതൊരു സ്പിരിറ്റാണ് പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണേ. ഈ സ്പിരിറ്റ് നമ്മുടെ അകത്തുണ്ടോ ചെക്ക് ചെയ്യണം. നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും ദോഷം ചിന്തിച്ച് അവരുടെ കുറ്റം, അടുത്താടെ കുറ്റം ഇങ്ങനെ എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ആണെങ്കിൽ സത്യം
സത്യം നിങ്ങളെക്കുറിച്ച് ദൈവവചനം നേരത്തെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചതിക്കും, സ്നേഹിതരെ നിങ്ങൾ ചതിക്കും. ഹല്ലേലൂയ. സ്വന്തം ജീവിത പങ്കാളിക്കെതിരെ കുറ്റം പറയുന്നവരുണ്ട്. അവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അകത്ത് സ്പിരിറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കും. ജീവിത പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അനുഭവങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. അതല്ല ഞാൻ പറയുന്നത്. അനുഭവങ്ങൾ ആയിട്ട് ഇതിനെ കണക്ക് കൂട്ടരുത്. എല്ലാവരും അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കാം. എന്താണ് അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന എഫോർട്ട്, അതിൽ നമ്മൾ പ്രശ്നമുണ്ടാക്കാതെ എത്രമാത്രം സഹിക്കുന്നു എന്ന് നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അതിൻ്റെ അകത്ത് ഒരു തിന്മയല്ല. ജീവിത പങ്കാളി നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 24 മണിക്കൂറും ജീവിത പങ്കാളിയെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അകത്ത് സ്പിരിറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചതിയുടെ സ്പിരിറ്റാണ്, വേറെ ആരുടെയും സ്പിരിറ്റ് അല്ല ഇരിക്കുന്നത്. ചതിയുടെ സ്പിരിറ്റാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചതിയുടെ സ്പിരിറ്റ് നാളെ ദൈവത്തിനെതിരെ ചതി ജയിക്കാൻ പ്രേരിപ്പിക്കും. നാളെ ദൈവത്തിനെതിരെ സംസാരിക്കാൻ നിങ്ങളുടെ നാവിനെ പൊക്കും. നാളെ നിങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ചതിക്കും. അങ്ങനെ ഒരു ചതിയുടെ സ്പിരിറ്റ് അകത്ത് വളരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ. യേശുവേ ആരാധന. അടുത്ത വാക്യം വായിച്ചേ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. സമാധാനം 24 മണിക്കൂറും ഇതെങ്ങനെ സമാധാനത്തിൽ കൊണ്ടുപോകാം? എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ ഇത് സമാധാനം സ്ഥാപിക്കാൻ എന്ത് ചെയ്യണം? എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം? സമാധാനം എങ്ങനെ? മറ്റതെന്താണ്? ഹൃദയം കുടിലമായിട്ടിരിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ, പിന്നെ തിന്മ മാത്രം നിരൂപിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ അവൻ്റെ തെറ്റൊരിക്കലും സമ്മതിക്കത്തില്ല. അവൻ്റെ തെറ്റവൻ കാരണം അവൻ 24 മണിക്കൂറും താൻ ചെയ്ത, തന്നോട് ചെയ്ത ഇതാണ് അവൻ്റെ ചിന്ത. എന്നോട് ചെയ്തു. ഈ നീതികേട് മൊത്തം ഇങ്ങനെ ഉള്ളിൽ കൂട്ടിവെക്കുന്നവൻ ഒരിക്കലും തെറ്റ് സമ്മതിക്കത്തില്ല. ബൈബിൾ അതാ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് എതിരിങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് സമ്മതിക്കത്തില്ല. ഇതാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്ത ദുഷ്ടത മറയ്ക്കാൻ വേണ്ടി നിങ്ങളെപ്പോഴും വേറൊരാളുടെ ദോഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ ദുഷ്ടത വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മറകെട്ടുന്നതെങ്കിലും മറകെട്ടുവാണ്. നിങ്ങൾ ചെയ്ത ദുഷ്ടത വെളിപ്പെടാതിരിക്കാൻ മറകെട്ടിയാലും ശരി, നിങ്ങൾ കൂടുതൽ പ്രശ്നത്തിൽ പെടത്തേ ഉള്ളൂ. നിങ്ങൾ നാളെ ചതിയുടെ സ്പിരിറ്റിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. വൺ മിറൈക്കിൾ നമ്മൾ ഇങ്ങനെ ഈ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നവർക്ക് ഭയങ്കര മിറൈക്കിൾ നമ്മൾ ചെയ്തു കൊടുത്താലും ഇവർ നാളെ ദൈവത്തെ ചതിക്കും. എങ്ങനെ ചതിക്കും? സുവിശേഷത്തെ ചതിക്കും. സുവിശേഷം ഇട്ടിട്ട് ഇവർ നാളെ വിഗ്രഹാരാധനയ്ക്ക് പോകും. സുവിശേഷത്തെ മറന്നു കളയും ഇവർ. കാരണം ഇവർ ഒരു സൈഡിൽ ദൈവത്തെയും ചതിക്കും, ഒരു സൈഡിൽ മനുഷ്യനെയും ചതിക്കും. കണ്ടോ? ആ സ്പിരിറ്റ് അതാണ്. ഈ സ്പിരിറ്റ് വന്നത് എങ്ങനെയാണ് വന്നത്? ആർക്കെങ്കിലും പറയാമോ? എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഈ സ്പിരിറ്റ് കയറിയത്? എങ്ങനെയാണ്? ഒരു കാര്യം വിട്ടുപോയി നിങ്ങൾ. എങ്ങനെയാണ് ഈ സ്പിരിറ്റ് കയറിയത്? ആർക്ക് പറയാം? നമ്മൾ വേറെ ആർക്കെതിരെ ദുഷ്ടത ഇങ്ങനെ നിരൂപിക്കുകയല്ലേ? ആ നിരൂപിക്കുന്നത് ഉറപ്പാണ് നമ്മൾ ഈ സ്പിരിറ്റ് കയറും. അത് ഞാൻ ചെയ്താൽ എന്നെ കയറും. അതുകൊണ്ടാണ് നമ്മളൊക്കെ തപസ്സിന് പോകുന്നത്. നമുക്ക് കലി കയറി, നമുക്കാകെ ദേഷ്യം കയറി, പ്രതികാര ചിന്ത വന്നിട്ട് നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളുണ്ടാവും, ഇല്ലേ? നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ടാവും. ഇവനെയൊക്കെ ഒറ്റ റെഡിയാക്കിയിട്ടേ ഉള്ളൂ, മാറത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കലി പൂണ്ടി നിൽക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, വേഗം തപസ്സിന് വയ്ക്കോ. നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ബഹളം ഉണ്ടാക്കും. അപ്പോൾ വേഗം തപസ്സിന് വിട്ടോ, വയ്ക്കോ എന്ന് പറയും. അപ്പോൾ നമ്മൾ തപസ്സിന് പോകും. ദൈവാത്മാവിനെ എന്തിനാ? ഈ പിശാച് കൂട് കെട്ടാതിരിക്കാൻ ദൈവം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. തപസ്സിന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട്
ഹല്ലേലൂയ. ഇത് കയറിക്കഴിഞ്ഞാലോ, ഇത് കയറിക്കഴിഞ്ഞാൽ അപകടമാണ്. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണേ, നല്ല ആത്മീയ വരദാനമുള്ള ഒരുപാട് ദൈവദാസന്മാർ തറയി വീണിട്ടുണ്ട് ഈ ഒരു വിഷയം കാരണം. എങ്ങനെ തറയി വീഴുന്ന കാരണം എന്താന്ന് പറഞ്ഞാൽ, അവർ കുടുംബ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരിൽ ക്രോധം ഉണ്ടാക്കും, ഇവരിൽ ഇങ്ങനെ ഉള്ളിൽ ചിന്ത ഉണ്ടാക്കി ലാസ്റ്റ് ഇവരുടെ പ്രാർത്ഥന പോയി, ഇവർക്ക് വചനം പ്രസംഗിക്കാൻ വയ്യ, വിക്കലുണ്ടാവുക, പടപടപടാന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും കിട്ടുന്നില്ല. കാരണം ഉള്ള് സ്പിരിറ്റിനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പിരിറ്റ് ക്ലൈം ചെയ്യാൻ തുടങ്ങും, വചനം പറയാൻ പറ്റത്തില്ല. ഈ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവിടെ അവരൊക്കെ ഡെലിവറൻസ് ആയില്ല എന്നുണ്ടെങ്കിൽ, ഡെലിവറായി അവരുടെ അകത്ത് നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഈ സ്പിരിറ്റ് പുറത്തു പോകാതെ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. യേശുവേ ആരാധന. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാണ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. ഉണ്ടോ? ആ യഹോവയ്ക്ക് വെറുപ്പാണ് എന്ന് കാണുന്നിടം നമ്മൾ സ്പിരിറ്റിന് അഡിക്റ്റാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. യേശുവേ ആരാധന. കണ്ടോ? ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, മറ്റൊരാളെ മനസ്സിൽ കണ്ടുകൊണ്ട് ക്രോധം അകത്ത് കൂട്ടരുത്. പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, മറ്റൊരാളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ക്രോധം കൂടുകൂട്ടി വളർത്തരുത്. നിങ്ങൾ ദൈവത്തെ നാളെ ചതിക്കും, മനുഷ്യരെയും ചതിക്കും. ആ സ്പിരിറ്റ് നിങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് വരണം. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. മറ്റുള്ളവരോട് ക്രോധം വളരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അത്യുന്നതനായ ദൈവമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്രോധം എടുത്തു കളയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്രോധം കളയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി, മറ്റുള്ളവരിൽ നിന്ന് സ്വസ്ഥതയും തലോടലും കിട്ടാൻ വേണ്ടി നാവിനെ കള്ള ഉപയോഗിക്കരുത്, യഹോവ നിന്നെ വെറുക്കും. നാവിൽ കള്ള ഉപയോഗിക്കരുത്, യഹോവ നിന്നെ വെറുക്കും. നിന്റെ വരങ്ങൾ പോകും, നിന്റെ ശക്തി പോകും, നിന്റെ പ്രാർത്ഥനാ രീതികൾ പോകും. നിന്റെ ഉള്ളിൽ ക്രോധം കൂട്ടരുത്. നിനക്ക് ബൈബിൾ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. നീ തളർന്നു വീഴും. പ്രാർത്ഥന ചൈതന്യം മാറും. അവിശ്വാസത്തിന്റെ സ്പിരിറ്റ് നിന്നിൽ കയറും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അതുകൊണ്ട് തപസ്സിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വെക്കണം. ആത്മീയ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ തപസ്സിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വെക്കണേ. അതിൽ മാറരുത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തപസ്സിരിക്കാൻ, മൗനവ്രതം ഇരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോൾ അവിശ്വാസത്തിൻ്റെ ആത്മാവ് രംഗപ്രവേശനം നടത്തിയാൽ പിന്നെ ക്ലൈം ഔട്ടാവാതെ അവ പുറത്തു പോകത്തില്ല. സ്പിരിറ്റ് പുറത്തു പോകണമെങ്കിൽ ക്ലൈം ഔട്ട്. ഒരുപാട് ഛർദ്ദിക്കും നിങ്ങൾ. അകത്തുനിന്ന് ഏതോ ഒരു സാധനം ഇട്ട് സക്ക് ചെയ്ത് വലിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് നിങ്ങൾ ഛർദ്ദിച്ച് പുറത്തു പോകുമ്പോഴാണ് നിങ്ങൾ ഡെലിവർ ആകുന്നത്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 8 അതിന്റെ 13 ഒന്ന് വായിക്കുമ്പോൾ, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. യഹോവ ഭക്തി, നിന്നിൽ യഹോവയുടെ ഭക്തി ഉണ്ടെങ്കിൽ, നിന്നിൽ ദൈവഭക്തി ഉണ്ടെങ്കിൽ നീ ദോഷത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കും. നിന്നിൽ ദൈവഭക്തി ഉണ്ടെങ്കിൽ നീ ദോഷത്തിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് ഒക്കെ നീ ഒന്ന് പതുക്കെ ബാക്കപ്പ് പഠിക്കും. അടുത്തത് എന്താ പറയുന്നത്? ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ആരാധന. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണേ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സാത്താൻ ആരാധകർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സാത്താൻ ആരാധകർ, സ്പിരിറ്റോളജിക്കാർ, ഇവരുടെയൊക്കെ എല്ലാം നിങ്ങൾ കൂട്ടുകൂടി കഴിയുമ്പോൾ നിങ്ങളോട് അവർ വളരെ ക്രോസ് ചെയ്ത് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്കതിന് പറയാൻ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപകടമാണ്. അവർ നിങ്ങൾക്കൊരു
സാധനത്തെ നിങ്ങളുടെ അകത്ത് ഇട്ട് തന്നതാണ്. അത് അപകടമാണ്. അപ്പോൾ നിങ്ങൾ ഈ നിരീശ്വരവാദികളായിട്ടെ, യുക്തിവാദികളായിക്കൊള്ളട്ടെ, സാത്താൻ ആരാധകരായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഇട്ട് തന്നാൽ അതിന് ഉത്തരം കിട്ടാതെ നിങ്ങളതങ്ങ് മറന്നു കളയുവാണെന്ന് വിചാരിച്ചോ. ആ മറന്നു കളഞ്ഞാൽ സാത്താൻ മറക്കത്തില്ല. ഉത്തരം എന്ന് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഏത് നൈറ്റ് ഇരുന്നോ ആ നൈറ്റ് നിങ്ങൾ അകത്ത് ഇവൻ കയറാൻ ശ്രമിക്കും, അവിശ്വാസത്തിൻ്റെ ആത്മാവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം കിട്ടാത്ത ഒരു സബ്ജക്റ്റാണ് ഇവരിൽ നിന്ന് നമുക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ അപ്പോഴേ അറിവുള്ള ഗുരുക്കന്മാർക്ക് മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ തിരക്കുള്ളവരാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ അവർ കണ്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൈസ്തലോട് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ എന്താട്ടെ, ഈ വാട്സപ്പിൽ താഴെ പോയത് ഏറ്റവും മുകളിലേക്ക് വരാനും ഈ പ്രൈസ്തലോട് കണ്ടുകൊണ്ട് ഓപ്പണാക്കി നോക്കുമ്പോൾ ഈ വോയിസ് കേൾക്കാനും അവർക്ക് മറുപടി ഇടാനും സാധിക്കും. നിങ്ങളവിടെ ബഹളം വെക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. പക്ഷെ അതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ ആ ഉത്തരം കണ്ടെത്താത്തടുത്ത് സ്പേസായി, ആ സ്പേസിൽ ഇവൻ കയറിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഏതെങ്കിലും കർത്താവിനെതിരെ വന്ന ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തിയില്ലെങ്കിൽ ഇവൻ കയറിയിരിക്കും, ആ സ്പേസിൽ ഇവൻ കയറിയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് ആകർഷണ അന്ധകാര ശക്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാണോ നിങ്ങൾക്കൊരു ക്രോസ് ക്വസ്റ്റ്യൻ തന്നത്, ആ ക്രോസ് ക്വസ്റ്റ്യൻ തന്ന ആ വസ്തുക്കളോട്, ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ആ സമൂഹത്തോട് ഒരു ആകർഷണം ഉണ്ടാക്കുന്ന ഒരു ആത്മാവിനെ ഇട്ടുതരും ഈ സ്പേസിൽ. അപ്പം നിങ്ങൾക്ക് കൂടെ കൂടെ എന്തെന്നറിയത്തില്ല, അതിലേക്കൊന്ന് നോക്കണമെന്നൊരു തോന്നലുണ്ടാവും, പോകണമെന്ന് തോന്നലുണ്ടാവും, അത് കൂടുതൽ പഠിക്കണമെന്നൊരു തോന്നലുണ്ടാവും. ഒരു ആകർഷണത്തിൻ്റെ ആത്മാവ് അറിയാതെ നിങ്ങളിൽ പ്രവേശിക്കും. ഇത് സ്പേസിന് അവിടെ ഒഴിഞ്ഞു കിടന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. ആ സ്പേസ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു ആകർഷണത്തിൻ്റെ ഒരു ആത്മാവ് ഈ നിങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാർമേഘം പോലെ ഇരുട്ട് ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വചനത്തിനെതിരെ മൂടലുണ്ടാവും. പിന്നെ നമുക്ക് ബൈബിൾ എടുത്താൽ പറ്റത്തില്ല. ആരെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ തുടങ്ങി, ഇവൻ്റെയൊക്കെ ഇത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരൊക്കെയോ പറയുന്ന കണക്ക് നിങ്ങൾക്ക് തോന്നും. ഓ, ഇവൻ്റെ ഒരു ഹല്ലേലൂയ ഇങ്ങനെ തോന്നും. ദേഷ്യം നിങ്ങൾക്ക് തോന്നുക. ഞങ്ങളുടെയൊക്കെ ഫേസ് കാണുമ്പോൾ മോന്തക്കൊറ്റിയൊക്കെ ഒന്ന് കൊടുക്കണം, ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും നിങ്ങൾക്ക്. ഹല്ലേലൂയ. മനസ്സിലായോ? കാരണം മറ്റേ ആത്മാവ് കയറി ആ സ്പേസ് കയറി ഇരിക്കുക, അവന് ദേഷ്യമായി. ഇങ്ങനെ ഉള്ള ഒരു വിഷയം നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വിടുതൽ ഡെലിവറൻസ് വഴിയാണ് വിടുതൽ ലഭിക്കുന്നത്. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ എടുക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 12 വായിച്ചു നോക്കിയേ. 34-12 വായിക്കുമ്പം, പുറപ്പാട് 34-12 ഒന്ന് വായിക്കാം. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അതായത് ഇതിൽ വചനം പറയുന്നത്, നീ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്ത് ചെല്ലുന്നത് അവര് സ്വന്തം മക്കളെ മൃഗീയമായി ഉപദ്രവിച്ചവരാണ്, അവർ സ്വന്തം മക്കളെ വേശ്യാവൃത്തിക്ക് കൊടുത്തവരാണ്, ബാൽ ദൈവ ആരാധനയായിട്ട് ബന്ധപ്പെട്ട മ്ലേച്ഛത, ബിംബാരാധന, വിഗ്രഹാരാധന, ഇതൊക്കെ ഇങ്ങനെയുള്ള അതുമായി സംബന്ധപ്പെട്ട ദേവദാസി സമ്പ്രദായങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, കുടോത്രങ്ങൾ, ഇങ്ങനെയുള്ള രീതിയിൽ ജീവിച്ചതാണ്. അങ്ങനെയുള്ള ജനങ്ങളും നീയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കരുത്. അപ്പോൾ അതുപോലെ തോന്നുന്ന യാതൊന്നും നീ ചെയ്യരുത്. അതേപോലെ കാണിക്കുന്ന തരത്തിലുള്ള ഒന്നും നീ ചെയ്യരുത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ എല്ലാവരും. ദൈവത്തെ ശബ്ദം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഉടമ്പടി ചെയ്താൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവും, നമുക്കൊരു കെണി ഉണ്ടാവും. ഇതാണ് ആ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു രാജ്യത്ത് കയറി കഴിയുമ്പോൾ, അവർക്ക് സ്വന്തമായി രാജ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ പാലിക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ അന്യ ബിംബങ്ങൾ വെക്കാൻ പറ്റത്തില്ല, അതെടുത്ത് മാറ്റും. ഒരു വീട് നിങ്ങൾ വിലയ്ക്ക് മേടിച്ചു, ആ വിലയ്ക്ക് മേടിച്ചെടുത്ത് നിങ്ങൾ ആരാധിക്കാത്ത ഒരു ബിംബം
ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളതെടുത്ത് മാറ്റും, നിങ്ങളതെടുത്ത് കത്തിച്ച് കളയും. അതുപോലെ തന്നെ ഇത് കണക്ക് കൂട്ടിയാൽ മതി. ഇതിലെ വചനങ്ങളെല്ലാം അങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്. ഹല്ലേലൂയ. അതേസമയം ഇസ്രായേൽക്കാർ അടിമകളായി പല ദേശത്ത് പോയപ്പോഴും ദൈവം കൽപ്പന കൊടുത്തു. ആ സമയത്തൊന്നും ദൈവം ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ടില്ല. അവരോട് തിരിച്ചു വരാനും ബിംബാരാധന ചെയ്യാതിരിക്കാനും കൂടുതൽ അനുദപിക്കാനുമുള്ള കൽപ്പനയെ കൊടുത്തോളൂ. അവർക്ക് സ്വന്തമായി ഒരു ദേശം കിട്ടിയപ്പോൾ അവരോട് പറഞ്ഞു, അന്യവിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അതെല്ലാം നിങ്ങളുടെ ദേശത്തുണ്ടെങ്കിൽ അവർ ഇട്ടിട്ട് പോയതെല്ലാം എടുത്ത് കത്തിച്ച് കളയണം, നിങ്ങൾ എല്ലാ പ്രതിഷ്ഠകളും നശിപ്പിക്കണം, നിങ്ങൾ അവരെ പോലെ ആകരുത്, അവരെ പോലെ ചെയ്തതൊന്നും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, നിങ്ങൾ കർത്താവിനാൽ വേർതിരിക്കപ്പെട്ടവരാണ്, അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നടക്കേണ്ടതാണ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കേണ്ടതാണ്, അത് കാരണം നിങ്ങളത് ചെയ്യരുത്. അത് അവർക്ക് സ്വന്തമായി ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ദൈവം പറഞ്ഞത്. പക്ഷേ നിരീശ്വരവാദികൾ ഇതിനെ വേറൊരു തരത്തിൽ മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരിരുന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവന്മാരുടെ പറച്ചിൽ കേൾക്കാൻ പോകണ്ട. ഹല്ലേലൂയ. കാരണം അവന്മാർ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. നിങ്ങളൊരു വീട് വിലയ്ക്ക് മേടിച്ചു, അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ അതിൽ മൊത്തവും നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറേ ദൈവങ്ങൾ ആ ഭിത്തിയിലിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? മാനവികതയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ വെച്ചേക്കുമോ? ഇല്ല. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ദൈവങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെല്ലാം എടുത്ത് കത്തിച്ച് കളയും. അതേ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ശക്തിയോടെ സ്തുതിക്കാം. പ്രിയരെ, ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ച, നിങ്ങൾ അറിയാതെ കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ അവ ബന്ധനം നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ദൈവം നമ്മളെ ഉയർത്തും? ദൈവം നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കും? നമ്മുടെ ഹൃദയത്തിൽ ആര് ബന്ധിച്ചിട്ടിരിക്കുകയാണ്? അവൻ കയറിയിരിക്കുവാണ്. എങ്ങനെ നമുക്ക് വിടുതലുണ്ടാകും? പറ, നമുക്ക് വിടുതലുണ്ടാകുമോ? നമുക്ക് എങ്ങനെ വിടുതലുണ്ടാകും? നമുക്ക് ഉയർച്ച ഉണ്ടാകുമോ? നമ്മൾ എല്ലാവരും പറയും നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ദൈവം ഒരു 80 വയസ്സ് വരെ 90 വയസ്സ് വരെ അനുവാദം തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ 120 വയസ്സ് വരെ അനുവാദം തന്നിട്ടുണ്ടോ? 120 വയസ്സ് വരെ മനുഷ്യൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഏറിയാൽ 120 120 വയസ്സ് വരെ നിനക്ക് ജീവിക്കാൻ ദൈവം അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ ഈ 120 വയസ്സ് വരെ നീ വായു വശിച്ച് ജീവിക്കുമോ? ദൈവം നിനക്ക് ആഹാരം തരണ്ടേ? അന്തെന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ദൈവമല്ലേ? ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ നിങ്ങൾക്ക് ആഹാരം വേണം. അപ്പൊ അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ നശിപ്പിക്കുക. നിങ്ങൾ എന്നും വാടകയ്ക്ക് കിടന്നാൽ മതിയോ? വാടക വീട്ടിൽ കിടന്നാൽ മതിയോ? എന്തുകൊണ്ടും വാടക വീട്ടിൽ കടന്ന് ഇങ്ങനെ നടന്നാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായി പാർപ്പിടം വേണം, സ്വന്തമായി ഭൂമി വേണം നിങ്ങൾക്ക്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവൻ, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ അവൻ അത് തന്നേ പറ്റത്തോളൂ, അവൻ അത് നൽകിയേ പറ്റത്തോളൂ നിങ്ങൾക്ക്. അല്ലാതെ എന്തൊന്ന് ദൈവമാണ് നമ്മുടേത്? നമ്മൾ ആരാധിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കണം. നമുക്ക് 120 വയസ്സ് വരെ ജീവിക്കാൻ അഥവാ ഒരു അനുവാദം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളെ സുരക്ഷിതമായ രീതിയിൽ നോക്കേണ്ട കാര്യം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. വചനം കൊടുക്കുന്നതിനോടൊപ്പം 5 അപ്പം 5000 പേർക്ക് കൊടുത്ത ഭൗതികമായി കൊടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. ആത്മീയ മാത്രമല്ല ഭൗതികതയും കൂടെ കൊടുത്തവനാണ് കർത്താവായ യേശു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം, ദൈവമേ എന്നെ ശുദ്ധി ചെയ്ത് എന്റെ കുറവുകളെ പരിഹരിച്ച് എന്റെ തകർച്ചകളെ മാറ്റണമേ, എന്റെ തകർച്ചകളെ മാറ്റണമേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈവിൽ സ്പിരിറ്റുകൾ അഴിയട്ടെ, ഈവിൽ സ്പിരിറ്റുകൾ അഴിയട്ടെ. In the name of Jesus. പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക, നിങ്ങളും കൂടെ ഫയർ ചെയ്യുക, നിങ്ങളും കൂടെ ശ്വാസിക്കുക. സ്പിരിറ്റുകളെ നിങ്ങളും കൂടെ അഴിക്കുക, നിങ്ങളും കൂടെ അഴിക്കുക. ശ്രദ്ധിക്കുക, എല്ലാവരും ഞങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ബോഡിയെ ഫ്രീ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തെ ആത്മീയ ശരീരമാക്കി മാറ്റുവാനായിട്ട്
നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിന്റെ നാമം നമ്മുടെ മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഉയർച്ചയ്ക്ക് തടസ്സമായി കെട്ടിയിരിക്കുന്ന വെറുപ്പിലൂടെ വന്ന പൈശാചിക കെട്ടുകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഭൗതിക ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വെറുപ്പിലൂടെ വന്ന അന്ധകാര കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ജോലിയെ മാറി ജോലി മേഖലകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചികത്തിന്റെ സകല വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ്, 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 ജീസസ്. ബിസിനസ്സിനെ തകർക്കുന്ന കെട്ടുകൾ അഴിയാൻ കൽപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റ് അഴിയാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ ശാസിക്കുകയാണ്. ശാസിക്കുന്നു. ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ out in the name of Jesus. Fire in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശരീരത്തെ ബന്ധിച്ചിരിക്കുക. എന്തെങ്കിലും കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പെയിൻ, വിറയല്, വയറ് പെയിൻ എടുക്കുക, വയറ് കടന്ന് ഷിവർ ചെയ്യുക, ഇങ്ങനെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന കെട്ടുകൾ അഴിയാവുന്ന ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ ആവശ്യമില്ലാതെ കേട്ടിരിക്കുന്ന തെറ്റായ ദൈവശാസ്ത്രങ്ങളെ എടുത്ത് വലിച്ചു മാറ്റുക. അതിലൂടെയാണ് ഇവൻ കയറി ഇരിക്കുന്നത്. ഇവൻ അതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പഠിപ്പിക്കാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വരരുത് എന്ന് നീ ചിന്തിച്ചാൽ നിനക്ക് ഈ സ്പിരിറ്റിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ fire, 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 fire. In the name of Jesus. Fire, 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 Jesus. fire, 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 fire. Jesus, out, out, Jesus. out in the name of Jesus. Out, 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 out. യേശുവിന്റെ നാമത്തിൽ out, 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 out in the name of Jesus. 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 ഉദരത്തെ ബന്ധിച്ചിരിക്കുന്ന മേഖലകൾ അഴിയട്ടെ. Out, 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 out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. Jesus name. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. Out in the name of Jesus. ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മേഖലകൾ അഴിയട്ടെ. ദൈവമക്കളെ ബന്ധിച്ചിരിക്കുന്ന മേഖലകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചിരിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് ഔട്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ശക്തി പോലെ ഇറങ്ങട്ടെ. അവരുടെ ശക്തി ബന്ധിച്ചിരിക്കുന്ന ക്ലൈമുകൾ അഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പങ്കെടുക്കുന്നവർ സൂമിലായിരിക്കുന്നവരുടെ മേൽ ക്ലൈം ഔട്ട് ഉണ്ടാവാൻ പോകുകയാണ്.
നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൽ വന്നാൽ പിടിച്ചു വെക്കരുത്. Amen. ശരീരം അവിശ്വാസത്തിന്റെ സ്പിരിറ്റ് പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസത്തിന്റെ സ്പിരിറ്റ് പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഔട്ടാകട്ടെ. ഉദര സംബന്ധമായ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ ഔട്ടാകട്ടെ. ബന്ധിച്ചിരിക്കുന്ന മേഖലയെ നിനക്കെതിരെ സൈന്യം ഇറങ്ങി വരുന്നു. Stretch out in the name of Jesus.